ഏറ്റവും വലിയ തട്ടിപ്പാണ് ഹോൾ ബോഡി ഹെൽത്ത് ചെക്കപ്പ്. നമുക്കൊരു കാര്യം അറിയാം, നമ്മളെല്ലാവരും ഔട്ട് ഓഫ് പോക്കറ്റ് ആണ് പൈസ കൊടുക്കുന്നത്. അല്ല, ഇവിടെ എല്ലാവർക്കും ഇൻഷുറൻസ് ഇല്ല, ഗവൺമെന്റ് നമുക്ക് ഇൻഷുറൻസും തരുന്നില്ല, അമേരിക്ക യൂറോപ്പ് ഒക്കെ പോലെ. അവിടെ നമ്മൾ പൈസ കൊടുത്ത് നമ്മൾ തന്നെ നമ്മുടെ കാര്യങ്ങൾ നോക്കണം. നമ്മുടെ നാട്ടിൽ ഏറ്റവും പെട്ടെന്ന് ദരിദ്രനാവാൻ ഉള്ളൊരു ചാൻസ് എന്താണെന്നറിയോ? ഒന്ന് ഹോസ്പിറ്റലിൽ കയറിയാൽ മതി. ഒരു ICU അഡ്മിഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അടുത്ത ദിവസം ദരിദ്രനായി. അതായത് ബിലോ പോവർട്ടി ലൈൻ ഈസ് ജസ്റ്റ് വൺ ഹോസ്പിറ്റൽ ബിൽ എവേ എന്നാണ് പറയുന്നത്. ഒരു ഹോസ്പിറ്റൽ ബിൽ കിട്ടിയാൽ നിങ്ങൾ ദരിദ്രനായി. അങ്ങനെ ദാരിദ്ര്യം കൂട്ടുന്ന ഒരു സംഭവമാണ് ഈ ഹോൾ ബോഡി ചെക്കപ്പ് അല്ലെ എക്സിക്യൂട്ടീവ് ചെക്കപ്പ്. പല ഹോസ്പിറ്റലുകളും ഇപ്പം നമ്മുടെ നാട്ടില് കൂടുതലും സ്വകാര്യ ആശുപത്രികളാണ് രോഗികളെ സെർവ് ചെയ്യുന്നത് അല്ലെ. നമ്മുടെ പബ്ലിക് ഹോസ്പിറ്റൽ എന്നൊക്കെ പറഞ്ഞാൽ പേരിനേ ഉള്ളൂ. സ്വകാര്യ ആശുപത്രികളാണ് കൂടുതലും അഡ്വാൻസ് കെയറിലാണ് നടക്കുന്നത്. അപ്പൊ അവർക്കൊക്കെ ഭയങ്കര ഇൻവെസ്റ്റ്മെന്റ് ആണ്. ആ ഇൻവെസ്റ്റ്മെന്റ് മുതലാക്കാൻ വേണ്ടി ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തേ പറ്റൂ. ഇതിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താ അറിയോ? ഇതാണ്, നമ്മളൊരു ഹെൽത്തി ആള് ഒരു ഹെൽത്ത് എക്സിക്യൂട്ടീവ് ചെക്കപ്പിന് പോകുന്നു, പെട്ടെന്ന് കണ്ടുപിടിക്കുന്നു കരളിലൊരു സിസ്റ്റ്, അല്ലെങ്കിൽ ഒരു ചെറിയ തടിപ്പ്, അല്ലെ കിഡ്നിയിലൊരു സിസ്റ്റ്. അപ്പൊ ആ സിസ്റ്റ് എന്താണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ CT സ്കാൻ ചെയ്യുന്നു, MRI ചെയ്യുന്നു. CT സ്കാനൊക്കെ എത്രയാണ്? 8,000 രൂപയാണ്. MRIക്ക് എത്രയാണ്? 12,000 രൂപയാണ്. ഇതൊക്കെ ചെയ്യുന്നു. ഏറ്റവും അവസാനം പറയുന്നു കുഴപ്പമൊന്നുമില്ല, അതൊരു സാധാരണ സിസ്റ്റ് ആയിരുന്നു. ഹെമാൻജോമ എന്ന് പറയുന്ന ഒരു ലിവർ തടിപ്പുണ്ട്. വളരെ നമ്മൾ ലിവറിന്റെ ഒരു മറുക എന്ന് കരുതിയാൽ മതി. അതിന് വരെ പലതവണയായിട്ട് സ്കാൻ ചെയ്ത് പൈസ കളഞ്ഞ് നമ്മുടെ അടുത്ത് പേഷ്യൻസ് വരുന്നുണ്ട് സെക്കൻഡ് തേർഡ് ഒപ്പീനിയനായിട്ട് ഇങ്ങനത്തെ എക്സിക്യൂട്ടീവ് ഹെൽത്ത് ചെക്കപ്പ് ചെയ്തിട്ട്. അപ്പൊ എക്സിക്യൂട്ടീവ് ഹെൽത്ത് ചെക്കപ്പിന്റെ വേറൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. പലരും ക്യാൻസർ മാർക്കേഴ്സ് ഏതോ ഒരു കുഴപ്പമില്ലാത്ത ആളെ പിടിച്ച് വെറുതെ എല്ലാ ടെസ്റ്റും ചെയ്യുമ്പോൾ അതിനകത്ത് ക്യാൻസറിന്റെ ടെസ്റ്റും ചെയ്യും. അതിനകത്തൊരു CA-19-9 എന്ന് പറഞ്ഞ ഒരു ടെസ്റ്റ് ഉണ്ട്. അത് പിത്തനാളികളും ആഗ്നേയഗ്രന്ഥി പാങ്ക്രിയാസിന്റെ ക്യാൻസറിൽ കൂടുന്ന ഒരു മാർക്കറാണ്. പക്ഷെ അത് വേറൊരു സ്ഥലത്തും കൂടാം. ഏതാണെന്നറിയോ? ഡയബറ്റീസ്, അതായത് കൺട്രോൾ അല്ലാത്ത ഷുഗർ പേഷ്യൻസിൽ ഈ CA-19-9 കൂടാം. അത് എപ്പോഴും ക്യാൻസർ ആവണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ഇതൊക്കെ പറഞ്ഞ് ഭീതി ഉണ്ടാക്കി പേഷ്യൻസിനെ കൂടുതൽ ടെസ്റ്റ് ചെയ്യുകയാണ് ഈ എക്സിക്യൂട്ടീവ് ഹെൽത്ത് ചെക്കപ്പ്. ഇതിനാണ് പറയുന്നത് ഡിസീസ് മോങ്കറിങ്. അതായത് ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാരെ രോഗികളാക്കി മാറ്റുന്ന ഒരു സംരംഭമാണ് ഈ ഹോൾ ബോഡി ചെക്കപ്പ് എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെയാണ്, ഇത് ഞാൻ മാത്രം പറഞ്ഞല്ല, ഇത് ബ്രിട്ടീഷ് മെഡിക്കൽ ജേണലില് ഒരു കാർഡിയോളജിസ്റ്റ് പറഞ്ഞാണ്, കൊൽക്കത്തയിലെ ഒരു കാർഡിയോളജിസ്റ്റ് പറഞ്ഞാണ്, ഹോസ്പിറ്റലുകള് പരമാവധി ഡോക്ടർമാരെ കൊണ്ട് ടാർഗറ്റ്സ് കിട്ടിക്കാൻ വേണ്ടി ചെയ്യുന്ന പല പല അനാവശ്യ ടെസ്റ്റുകളിൽ ആൻജിയോപ്ലാസ്റ്റി മുതൽ പല പല പ്രൊസീജിയേഴ്സ് ചെയ്തു വിടുകയാണെന്നുള്ളതിന്റെ കുറെ തെളിവുകൾ നമുക്കുണ്ട് പബ്ലിഷ് ലിറ്ററേച്ചറിൽ. ഈ ഹോൾ ബോഡി ചെക്കപ്പ് ചെയ്ത് ഫൈബ്രോയിഡ് കണ്ടുപിടിക്കുമ്പം അപ്പം തന്നെ യൂട്രസ് എടുത്ത് മാറ്റാൻ പറയുന്നു. പിത്തസഞ്ചിയിൽ കല്ല് കാണുമ്പം പിത്തസഞ്ചി എടുത്ത് മാറ്റാൻ പറയുന്നു, അല്ലെ പിന്നീട് ക്യാൻസർ ആവുമെന്ന് പറഞ്ഞ് പേടിപ്പിക്കുന്നു. ശരിക്കുള്ള ചികിത്സ എന്താണ്? ഗോൾ ബ്ലാഡർ സ്റ്റോൺ കണ്ടുപിടിച്ചാൽ ഒന്നും ചെയ്യണ്ട, അത് വെറുതെ അവിടെ ഇരിക്കുകയാണ് ഒരു കല്ല്. ആ കല്ല് മൂലം പഴുപ്പ് കെട്ടോ നീർക്കെട്ടോ അതല്ലെങ്കിൽ ഫാമിലിയിൽ ആർക്കെങ്കിലും ഗോൾ ബ്ലാഡർ ക്യാൻസറിന്റെ റിസ്ക് ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ അതിന്റെ ചികിത്സ ചെയ്യേണ്ടത്. പക്ഷെ ഇവിടെ ഈ ഗോൾ ബ്ലാഡർ സർജറി ഇഷ്ടംപോലെ ചെയ്ത് പൈസ ഉണ്ടാക്കുന്ന പല ഹോസ്പിറ്റലും ഉണ്ട്. നിങ്ങൾക്ക് കാണാം ആ സ്റ്റേറ്റ്മെന്റ് ആണ് ഈ പറഞ്ഞ പബ്ലിക്കേഷനകത്ത് തന്നെ അവർ എഴുതിയിട്ടുണ്ട്. സർജന്മാർ തന്നെ പറയുന്നുണ്ട്, ഡോക്ടർമാർക്ക് കൊടുത്ത ശമ്പളത്തിന്റെ പ്രോഫിറ്റ് അല്ലെ ശമ്പളത്തിന് ഡോക്ടർമാർക്ക് കൊടുക്കുന്ന ശമ്പളം മുതലാക്കാൻ വേണ്ടി അവരെ കൊണ്ട് തന്നെ ടാർഗറ്റ്സിനായിട്ട് ഇതുപോലെ അനാവശ്യ സർജറികൾ ചെയ്യുന്ന പല ഹോസ്പിറ്റൽസും ഉണ്ട്. അതുപോലെ തന്നെ ഹെർണിയ റിപ്പയർ ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നതാണ് ഇപ്പം ഇക്കാലത്ത്. ചെറിയൊരു ഹെർണിയ ഉണ്ട്, റിപ്പയർ ചെയ്യാൻ പറയും, ഒരു മെഷൊക്കെ ഇട്ടിട്ട് വെറുതെ പൈസ കളയും. സിസേറിയൻ സെക്ഷൻ WHO പറയുന്നത് 10 തൊട്ട് 15% വരെ ആയിരിക്കണം ഒരു രാജ്യത്തിന്റെ സിസേറിയൻ സെക്ഷൻ റേറ്റ്. പക്ഷേ ഇന്ത്യയിൽ കാണുന്ന എത്രയാ? 22%. പക്ഷെ ഇന്ത്യയിലുള്ള സ്വകാര്യ ആശുപത്രി കാണുന്ന എത്രയാണ്? താഴെ എഴുതിയിട്ടുണ്ട് 49% സിസേറിയൻ സെക്ഷൻ റേറ്റ്. ഇത് ഭയങ്കര കൂടുതലാണ്. ഇത് ശരിക്കും പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഹോസ്പിറ്റലുകൾ ചെയ്തു കൂട്ടുന്നതാണ്. അപ്പം ഈ സർജറികൾ നിങ്ങളൊന്ന് ഓർത്തു വെക്കുക. ഇതാണ് ഏറ്റവും കൂടുതൽ ഹോസ്പിറ്റലുകൾ അനാവശ്യമായി ചെയ്തു കൂട്ടുന്ന സർജറികൾ.